ഹലോ ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ ആറന്മുള അമ്പലത്തിൽ പോകുന്നത്. അപ്പം അത് കാണാത്തവരാണെങ്കിൽ പോയി കാണണം കേട്ടോ. എന്നിട്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം ആറന്മുളയിൽ തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. ഞങ്ങൾ പോയപ്പം കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ നമുക്കിവിടെ ഇന്ന് നല്ല ഭംഗിയിൽ നമുക്ക് കാറ്റൊക്കെ കൊണ്ട് വെള്ളങ്ങൾ കാണാനായിട്ട് പറ്റും. പിന്നെ ആറന്മുളയിൽ എവിടെ വന്നാലും നമുക്ക് വള്ളംകളി കാണാൻ പറ്റുമല്ലോ അല്ലേ. അതായത് നമുക്ക് ആറന്മുള എന്ന് പറയുമ്പോഴേ നമ്മുടെ നല്ലൊരു ഇതാണ്, അതായത് ഭഗവാൻ ഇഷ്ടപ്പെട്ടൊരു വഴിപാടാണ് വള്ളംകളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെള്ളസദ്യ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആറന്മുള അപ്പൻ്റെ വള്ളംകളി. അപ്പം ഞങ്ങൾ പോയപ്പം ജസ്റ്റ് ഈ റിസോർട്ടിലൊന്ന് കയറിയപ്പോൾ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ തോന്നിയതാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രകൃതിയോട് അണങ്ങിയ ഒരു ഇതും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് വീട്ടെടുത്ത് നിങ്ങളോട് കാണിക്കണമെന്ന് തോന്നിയതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒരു ആറിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അതായത് നമുക്ക് അവിടെ ഇന്ന് കഴിഞ്ഞാൽ വള്ളംകളിയൊക്കെ നമുക്ക് നല്ല വൃത്തിക്ക്, അതായത് നമുക്ക് എവിടെ നിന്നാലും വള്ളംകളി നമുക്ക് കാണാനായിട്ട് പറ്റും. എങ്കിലും നമുക്ക് നല്ല തണുപ്പും ഒക്കെ കൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കേട്ടോ. പിന്നെ വേണം നമുക്ക് ഇവിടെ കണിക്കൊന്നയുണ്ട്, നമ്മുടെ കൃഷ്ണൻ്റെ കണിക്കൊന്നയുണ്ട്. പിന്നെ നമ്മുടെ നല്ല ജാതിക്ക, ഇതൊക്കെ ഞാൻ ഒരെണ്ണം പറിച്ചു. പക്ഷെ പറിക്കാവോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ ഒരെണ്ണം അങ്ങ് പറിച്ചു. ഞാൻ കഴിച്ചതിലും ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയൊരു ജാതിക്കയായിരുന്നു കേട്ടോ അത്. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുമ്മാ ആ ഒരു സ്ഥലം ഇങ്ങനെ കാണാൻ നടക്കുകയാണ്. ഇവിടെ ഒത്തിരി പേര് വന്ന് താമസിക്കുന്നുണ്ട് കേട്ടോ. അതായത് റിസോർട്ടല്ലേ, അപ്പം പുറത്തു നിന്നൊക്കെ കുറേ ആൾക്കാർ വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. ഞാൻ ഈ റിസോർട്ടിനെ പറ്റി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതിനുള്ളിൽ ഒന്നും കയറി ഒന്നും കാണാൻ പറ്റിയില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ കയറി കാണുന്നത് കേട്ടോ. അതായത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആ ഒരു ആറാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ആ ഒരു ഇടശ്ശേരി മലയുടെ ആ ഒരു പള്ളിയോടം, അത് നമ്മൾ അവിടെയാണ് സ്ഥിരമായിട്ട് ഇടുന്നത്. ആ ഒരു ഇതാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഇവിടെ മിറാക്കിൾ ഫ്രൂട്ടുണ്ട് കേട്ടോ. അതായത് മനസ്സിലായത്, അത് ഞങ്ങൾ ഒരെണ്ണം പറിച്ച് ജസ്റ്റ് അമ്മ ഒന്ന് കടിച്ചു. അത് ഞാൻ ജാതിക്ക് കൊണ്ട് കൊടുത്തപ്പോൾ ആ ജാതിക്ക് ഭയങ്കര മധുരമായിരുന്നു. അങ്ങനെയാണ് കണ്ടുപിടിച്ച് മിറാക്കിൾ ഫ്രൂട്ടാണെന്നുള്ളത്. പിന്നെ ഓരോ ഇലകളൊക്കെ പറിച്ചുകൊണ്ട് നടക്കുവാണ്. ഇതെനിക്ക് ഓർമ്മ വന്നത്, അവിടെ താമസിക്കാൻ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണത്. പിന്നെ ഞങ്ങൾ കുറേ കുഞ്ഞു കുഞ്ഞു ജീവികളെ കണ്ടു. അതായത് കോഴി, പ്രാവ്, താറാവ്, അങ്ങനെയൊക്കെയുള്ള ജീവികൾ ഞങ്ങൾ കണ്ടു. മുയലും കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ കണ്ടു. അപ്പോൾ ഞങ്ങളെ കണ്ടുകൊണ്ട് കണ്ടൊരു ഇത് ഇങ്ങനെ കൊത്തി കാണിക്കുകയാണ്. പിന്നെ ഇഷ്ടംപോലെ മുയലുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പഞ്ഞി പോലുള്ള മുയലുകൾ, അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ഞങ്ങൾ കണ്ടു. പിന്നെ ഒരു പ്രാവ് മുട്ടയിട്ടിട്ട് അതിൻ്റെ ദേഹത്തേക്ക് ആ മുട്ട ഇങ്ങനെ ചേർത്ത് വെച്ച് അടയിരിക്കുകയാണ് പുതിയ കുഞ്ഞുങ്ങളെ വിരിയാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊക്കെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അത് ഇപ്പോൾ കുഞ്ഞായി കാണും. അതിങ്ങനെ നെഞ്ചോട് ഇങ്ങനെ ചേർത്തിങ്ങനെ വെക്കുകയാണ്. പിന്നെ കുറേ നേരം ഇങ്ങനെ മണ്ടയ്ക്കിരിപ്പുണ്ട്. എനിക്കിത് ഈ ഒരു കാഴ്ച ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടും. ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി എടുത്തത്. പിന്നെ ഞങ്ങളിങ്ങനെ മുളയൊക്കെ ഉണ്ട് അവിടെ. മുളയാണെന്ന് എനിക്കറിയാം. അങ്ങനെ മുളയിലെ കൂട്ടൊരു കമ്പ് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ രീതി ഇരിപ്പുണ്ട്. പിന്നെ നമുക്കിവിടെയൊക്കെ നല്ലതായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇഷ്ടംപോലെ ഫോട്ടോസ് അതായത് ഇൻസ്റ്റയും പോസ്റ്റ് നിറയ്ക്കാൻ അത്രത്തോളം നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ, ഒരു പ്രദേശം. പിന്നെ ഞാനിപ്പം ആറന്മുളയുടെ അടുത്തായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ റിസോർട്ടിനെ പറ്റി പറയുന്നത്. അതുപോലെ നമുക്ക് നല്ലതായിട്ട് കാറ്റൊക്കെ കൊണ്ട് നമുക്ക് വെള്ളംകളി കാണാമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും റിസോർട്ടിനെ പറ്റി ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റിസോർട്ടിനെ പറ്റി ഇത്രയും പറഞ്ഞത്. പിന്നെ നമ്മളിപ്പം എല്ലായിടത്തും ഫേമസ് ആയിട്ടുള്ളതാണല്ലോ നമ്മുടെ കടലാസ് പൂ. അതൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇഷ്ടം പോലെ കടലാസ് പൂവൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ആ ജാതിക്കൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചിങ്ങനെ നടക്കുകയാണ്. പിന്നെ ചേച്ചി പറഞ്ഞ ചേച്ചിയോട് ഫോട്ടോയൊക്കെ എടുത്ത് കൊടുക്കാൻ. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. പിന്നെ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ പോയില്ലേ, അപ്പോൾ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ സ്ഥലം ഫുള്ള് എല്ലാം കണ്ട് നല്ല രസത്തിൽ കണ്ട് ഇങ്ങനെ ധൃതി പിടിച്ചൊന്നും പോകുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇട്ട വീട്ടിൽ ആറന്മുള അമ്പലത്തിൽ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. ഞങ്ങൾ ആറന്മുള അമ്പലം, അതായത് കൃഷ്ണനെ കണ്ടു കഴിഞ്ഞ് തൊഴുതു കഴിഞ്ഞ് ഞങ്ങൾ ഫുൾ അമ്പലം ഇങ്ങനെ ഒരു ചുറ്റുപ്രദക്ഷിണം വെച്ച് ഫുള്ള് അമ്പലം ശരിക്ക് തൊഴുതാണ് ഞങ്ങൾ ഇറങ്ങിയത്.
അതാണ് എവിടെ പോയാലും അത് തിരക്കൊന്നും കൂട്ടാതെ അങ്ങനെയാണ് ഞങ്ങൾ എല്ലാ സ്ഥലവും കാണാനായിട്ട് പോകുന്നത്. എനിക്ക് ഈ ആറ് ഭയങ്കര ആറിൻ്റെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ തന്നെ ഒത്തിരി നേരം നിന്നു. എനിക്ക് ആ ഒരു കാറ്റും, അതായത് അത്ര നല്ല ഒരു ഉച്ച സമയം പൊള്ളുന്ന ചൂടിലും അവിടെ നല്ല ഒരു തണുപ്പും ഒക്കെയായിരുന്നു. നമുക്ക് പറയാൻ പറ്റാത്തത്തോളം ചെടികളൊക്കെ പൂക്കളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇതാണ് നമ്മളെ റിസോർട്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ റിസോർട്ട്. പിന്നെ മാങ്ങയൊക്കെ താഴെ വന്നിങ്ങനെ രണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേച്ചിയുമായിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ നടന്ന് ഞങ്ങളിങ്ങനെ ചുമ്മാ നടക്കുമായിരുന്നു കേട്ടോ. ഓരോ ഇതും നോക്കി ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. അതായത് എനിക്ക് ആ ചൂടത്ത് അവിടെ പോയിരുന്നതാണ് എനിക്ക് എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെടും. കാരണം അങ്ങോട്ട് കയറിയപ്പോൾ നമ്മൾ വെയിലുണ്ടെന്നോ ഒന്നും അറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെറിച്ചിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതായത് ഓസ് പൊട്ടി ആ വെള്ളത്തിൽ ഞങ്ങൾ കളിച്ച് കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ. അതായത് അവിടെ വന്നെയാണെന്ന് തോന്നുന്നു. അവിടുത്തെ നമ്മൾക്കൊരു ഫ്രണ്ടിനെ കിട്ടി. പിന്നെ അവളുടെ കണ്ണാടിയൊക്കെ വെച്ച് ഞാൻ കുറച്ച് ഫോട്ടോസും, അതായത് കുറച്ച് പോസ്റ്റൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവളുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവളോട് കുറച്ചുകൂടെയൊക്കെ നടന്നു. അവളെല്ലാം ഞങ്ങളിങ്ങനെ കാണിച്ച് തരുമായിരുന്നു. ഇങ്ങനെ ഓരോരുത്തും കൊണ്ട് ഇങ്ങനെ കാണിച്ച് തരുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ ഞാൻ കുറച്ച് പോസ്റ്റൊക്കെ കാണിച്ചു, കുറച്ച് നേരം ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ ഞാൻ ആ കണ്ണാടി കൊണ്ട് അമ്മയ്ക്ക് കൊണ്ട് വെച്ച് കൊടുത്തു. അമ്മയ്ക്ക് വെച്ചപ്പോൾ അമ്മ നല്ല രസമായിരുന്നു ഒരു കണ്ണാടി ഇട്ട് നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ അവൾ പറയുകയാണ് ലൈക്കും സബ്സ്ക്രൈബൊക്കെ തരണമെന്നവൾ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ഇറങ്ങാനായിട്ട് അവൾ ടാറ്റയൊക്കെ തന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണേ.